ആ രാത്രിയിൽ ആടുകളെ ചെന്നായ പിടിച്ചുകൊണ്ട് പോകാതെ കാവൽ നിന്ന ആട്ടിടയന്മാരുടെ അടുത്തേക്ക് ഒരു മാലാഖ ചെന്നു. അതെന്തിനാ? അവിടെയെല്ലാം ഭയങ്കര പ്രകാശം. അവർ പേടിച്ചു പോയി. എല്ലാവരും ഇതെന്താ ഈ പാദയാത്രയ്ക്ക് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞ് ചുറ്റും നോക്കി. അപ്പോൾ മാലാഖ പറയുവാ, നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു കാലിത്തൊഴുത്തിൽ കിടത്തിയിട്ടുണ്ട്. വേഗം ചെന്ന് കാണൂ. അവരാ രാത്രിയിൽ തന്നെ പോയോ? അവരുടെ ആടുകളെ ചെന്നായ പിടിച്ചാലോ? അവരാദ്യം ഒന്ന് സംശയിച്ചു, രക്ഷകൻ എങ്ങനെയാ കാലിത്തൊഴുത്തിൽ വരിക? പിന്നെ അവർ തീരുമാനിച്ചു, ദൈവത്തിന്റെ മാലാഖയല്ലേ പറഞ്ഞത്, സത്യമാ, അതുകൊണ്ട് പോകാം. കാത്തിരുന്ന രക്ഷകനെ കാണാനല്ലേ പോകുന്നത്. അക്കൂട്ടത്തിൽ 2 കുഞ്ഞാടുകൾ ഉണ്ടായിരുന്നു. അതിനെ മാത്രം അവർ കൊണ്ടുപോയി. രക്ഷകനെ കാണാൻ അവർ ഓടുമായിരുന്നു. എനിക്കും കൊതിയാവുന്നു ഉണ്ണീശോനെ കാണാൻ. നമുക്ക് ഉണ്ണീശോനെ കാണാൻ ഇതുപോലെ സന്തോഷത്തോടെ പോകാമല്ലോ. എവിടെ? ബത്ലഹേമിലേക്കോ? അല്ലെന്നേ, ഇപ്പോൾ ഈശോ നമ്മുടെ പള്ളിയിൽ സക്രാരിയിലുണ്ട്. അന്ന് ഇടയന്മാർ പോയ പോലെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും വേണം നമ്മളും പള്ളിയിൽ പോകാൻ. ഈശോ നമ്മളെക്കാത്ത് അവിടെ ഉണ്ടെന്നേ. എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമാ, പക്ഷെ അമ്മ കൊണ്ടുപോകത്തില്ല. അമ്മയോട് പറ എനിക്ക് ഈശോയെ കാണണമെന്ന്. അവർ ഈശോയെ കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചടി പാട്ടും പാടി തിരിച്ചു പോകും. നമുക്കൊരു നല്ല കരോൾ ഗാനം പാടിയാലോ? പാടാം.